രാഹുൽ മാൻകുട്ടത്തിന് ഇന്നലെ ജാമ്യം കിട്ടേണ്ടത് അവിവാഹിതനായ ഒരു പുരുഷന് എത്ര ലൈംഗിക ബന്ധത്തിൽ വേണമെങ്കിലും ഇടപെടാം, അതിന് ഒരു നിയമം ഉണ്ടെന്നുള്ള ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നിയമം ഉണ്ടെന്നുള്ളത് പോലീസിന് അറിവുള്ള കാര്യമല്ലേ? എന്നിട്ട് എന്തിനാ തുടക്കത്തിലെ പോലീസ് രാഹുലിനെ മനഃപൂർവ്വം കുടുക്കിയതാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ അവസരം കിട്ടിയാൽ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല, എ പാർട്ടി, ബി പാർട്ടി, സി പാർട്ടി ഇരിക്കുന്നു എന്നിരിക്കട്ടെ, എന്തിനാ ഇത് ചെയ്യുന്നത്? എന്നെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം വെച്ചെന്ന് പറയാം. എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? ഇലക്ഷന്റെ സമയമാണ്. അപ്പോൾ CPM-ന്റെ ഈ സ്ത്രീപക്ഷ ഇങ്ങനെയുള്ള നെറേറ്റീവിനെ എതിർക്കുന്ന ഒരാളാണ്, ഒരാഴ്ച ജയിലിൽ കിടക്കട്ടെ. ഇനി എന്നെ കുറിച്ച് പറഞ്ഞ എന്താ അറിയാമോ? ആദ്യം ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു എന്നാണ്. ഞാൻ പറഞ്ഞ സാറേ, ഒരു AI ഫോട്ടോ ആണ്, വേറെ ഒരു നോർമൽ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന അശ്വതി അച്ചു എന്നൊക്കെ പറയുന്ന ഒരു AI ഫോട്ടോ ആണ് ഞാൻ ഷെയർ ചെയ്തത്. പിന്നീട് പറഞ്ഞു ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു സാറേ, ഒരു ഐഡന്റിറ്റി ഇല്ല. പിന്നീട് പറഞ്ഞു എന്നാൽ അധിക്ഷേപിച്ചു. ഈ അധിക്ഷേപത്തിന്റെ ഒരു വലിയ കൗതുകം എന്താണെന്നറിയാമോ? എന്തും അധിക്ഷേപമായിട്ട് വ്യാഖ്യാനിക്കാം. അധിക്ഷേപിച്ചു എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ മതിയല്ലോ, എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ചോദിച്ചു എന്താ സാർ അധിക്ഷേപിച്ചു, കോടതിയിലും ചോദിച്ചു, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വീണ്ടും ആ പെൺകുട്ടി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് മറ്റന്നാൾ വീണ്ടും കോടതിയിൽ പോലീസ് പോയിരിക്കുകയാണ് ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞു. ഇത് മിസ്യൂസ് ചെയ്യാനുള്ള വലിയൊരു സ്പേസ് ഉള്ളതുകൊണ്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഫ്രിവലസ് ആയിട്ട് എന്താ പറയുക മിസ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ സ്പേസിൽ നമ്മൾ ഇതിൽ പറയുന്നത് പോലെ നാളെ ഇങ്ങനൊരു വ്യാജപരാതി നമ്മുടെ അച്ഛന് വരാം, മകന് വരാം, സഹോദരന് വരാം. ആ വ്യാജപരാതി കാരണം അവരുടെ ജോലി, ജീവിതം, കരിയർ അടക്കമുള്ള കാര്യങ്ങൾ മാറാം. അങ്ങനെ സംഭവിച്ച ഒരാളാണ് മുകേഷ്. മുകേഷിന് എന്ത് പറ്റി? വ്യാജ പോക്സോ വന്നു. മുകേഷിനെ ഒരു പരിപാടിക്ക് വിളിച്ചു എന്ന് പറഞ്ഞ ആ സ്കൂളിലെ പ്രിൻസിപ്പളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി നടപടി എടുത്തു. മുകേഷിന്റെ വീട്ടിലും മോളില്ലേ, വീട്ടുകാരില്ലേ? അപ്പൊ നമ്മൾ പറയണ ഇത്രയേ ഉള്ളൂ, കോടതി തെറ്റുകാരനാണെന്ന് വിധിച്ചോട്ടെ, പ്രഥമ ദൃഷ്ടിയായെങ്കിലും കേസ് നിലനിൽക്കുമെന്ന് കാണുന്നത് വരെ പുരുഷന്റെ ഐഡന്റിറ്റിയും മറ്റും വെളിവിടരുത്. ഒരു ടാർഗറ്റ് ആൻഡ് ടാർണിഷ്. ശരിക്കും മീറ്റു മൂവ്മെന്റ് വന്നപ്പോൾ നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്തതാണ്, ഞാനടക്കം സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ മീറ്റു വ്യാപകമായി മിസ്യൂസ് ചെയ്ത് തുടങ്ങുന്നു പറയുമ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആണെന്നും കൂടി തിരിച്ചറിയണം. അപ്പൊ അവിടെയാണ് കുറച്ചൊരു റീസണബിൾ ആകണം. ഞാൻ സ്ഥിരം പറയാറുള്ള ഒരു കേസുണ്ട്, പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും.